സമീപകാലത്ത് ഞാൻ കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ നിമിഷം, ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ അടക്കി വരിച്ചിരുന്ന തങ്ങളുടേതായ ഫിലോസഫി കണ്ടെത്തി പല ഇതിഹാസങ്ങളെയും വാർത്തെടുത്ത ബാർസലോണ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ തകർച്ച കണ്ടപ്പോഴാണ്. ഇതിഹാസങ്ങൾ അരങ്ങ് തീർത്ത ബാർസയിൽ പലരും പടിയിറങ്ങിയപ്പോഴൊന്നും അവരുടെ പടിയിറക്കം ആ ടീമിനെ തെല്ലും ബാധിച്ചിരുന്നില്ല. കാരണം ആ ടീമിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് കാറ്റാലൻ പടയെ മുമ്പിൽ നിന്ന് നയിക്കാൻ ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന ഇതിഹാസപുത്രൻ അവിടെയുണ്ടായിരുന്നു. മാനേജ്മെന്റിനുള്ള പ്രശ്നവും താരങ്ങളുടെ പരിക്കുമല്ല ബാർസയെ പിറകോട്ട് വലിച്ചപ്പോൾ അവർക്ക് താങ്ങും തണലായി നിന്നത് മെസ്സി മാത്രമായിരുന്നു. എന്നാൽ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട തീരുമാനമായി അവർ കണക്കാക്കിയ 2021 ഓഗസ്റ്റ് 5 ദിവസം അവരൊരു കറുത്ത ദിനമായി ഇന്നവർ കണക്കാക്കുന്നുണ്ടാകാം. അതെ, ലിയോയുടെ അപ്രതീക്ഷിതമായുള്ള പടിയിറക്കം ആരാധകരെ ഏറെ സങ്കടത്തിലാഴ്ത്തി. മാനേജ്മെന്റിന്റെ മണ്ടത്തരമായ തീരുമാനത്തിനെതിരെ അവർ പ്രതിഷേധിച്ചെങ്കിലും അവിടെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ലിയോയുടെ പടിയിറക്കത്തിന് ശേഷം ബാർസയിലെ പ്രശ്നങ്ങൾ ഓരോന്നായി ഉയരാൻ തുടങ്ങി. ഒരു ഭാഗത്ത് മാനേജ്മെന്റ് കോട്ടയിലെ പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ പ്രോബ്ലംസും തുടങ്ങി ബാർസ ഒരു തകർന്ന ചീട്ട് കൊട്ടാരം പോലെയായി. പരിശീലകന്മാർ മാറി മാറി വന്ന് ആ ടീമിന്റെ ദൗത്യം ഏറ്റെടുത്തെങ്കിലും അവർക്കൊന്നും ബാർസയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. തുടരെയുള്ള പരാജയങ്ങളും ഒരു പ്രതീക്ഷയും നൽകാതെയുള്ള കളികളുമായി ബാർസ തകർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവിടേക്കാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട കാറ്റാലൻ ജനതയ്ക്ക് ഉണർവ് പകരാൻ സാവി ഹെർണാണ്ടസ് എന്ന അവരുടെ ഇതിഹാസം പുതിയ കോച്ചായി സ്ഥാനമേൽക്കുന്നത്. ആദ്യമൊക്കെ ബാർസയുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാവി പ്രയാസപ്പെട്ടെങ്കിലും പതിയെ ലാമാസ്യ സന്തതികളെയും മറ്റു താരങ്ങളെയും കൂട്ടിപ്പിടിച്ച് അവരൊരു സുന്ദര യാത്ര തുടർന്നു. അതിൽ മെസ്സി ബാർസ വിട്ടതിനു ശേഷം ആദ്യ ലാലിഗ ടൈറ്റിൽ ചൂടി ബാർസയുടെ അത്താണിയായി സാവി ബോൾ കൂളേഴ്സിന് പ്രതീക്ഷകൾ നൽകി. എന്നാൽ പതിയെ ബാർസ മങ്ങാൻ തുടങ്ങിയപ്പോൾ ബാർസ മാനേജ്മെന്റ് അവരുടെ തനിനിറം പ്രകടിപ്പിച്ചു. അന്ധകാരത്തിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവന്ന സാവി ഹെർണാണ്ടസിനെ ബാർസ പുറത്താക്കി. അടുത്തത് ആര് എന്ന ചോദ്യത്തിൽ നിൽക്കും മുമ്പേ ബാർസ പുതിയ കോച്ചിനെ സൈൻ ചെയ്തു. പേര് ഹാൻസി ഫ്ലിക്ക്. അയാളെ അധികമൊന്നും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം മാനേജ്മെന്റിനില്ലായിരുന്നു. കാരണം അയാളുടെ തന്ത്രങ്ങളുടെ ചൂട് പലതവണ അവരറിഞ്ഞതാണ്. എന്നാൽ കാലാകാലങ്ങളായി ഷോർട്ട് പാസുകൾ കൊണ്ട് ടിക്കറ്റ് ആകാന ശൈലിയെ പിൻപറ്റി കളിമെനയുന്ന ബാർസയുടെ കളിശൈലിയിൽ നിന്ന് ഹാൻസി ഫ്ലിക്കിന്റെ ഹൈ പ്രസിംഗ് ടാക്ടിക്സുകളും അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്ക് ശൈലിയുമായി എങ്ങനെ അവർ പൊരുത്തപ്പെടുമെന്ന ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു. കൂടാതെ ഫ്ലിക്കിന്റെ തന്ത്രങ്ങൾക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സൊന്നും ഇവിടെ ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യം ആരാധകരുടെ മുഖം ചൊളിപ്പിച്ചു. എന്നാൽ പലരുടെയും ആശങ്കകളെയും ആകുലതകളെയും എല്ലാം മറികടന്ന് ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ ബാർസയുടെ ചുണക്കുട്ടികൾ ഈ സീസണിൽ നിറഞ്ഞാടുകയാണ്. 5 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 15 പോയിന്റ് കരസ്ഥമാക്കി അവർ 1ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഫ്ലിക്കിന്റെ കീഴിൽ 17ഓളം ഗോൾ കണ്ടെത്തി ബാർസയുടെ പടയാളികൾ വരവറിയിക്കുകയാണ്. എതിരാൾക്കൊരു പിടിയും തരാതെ ഇരുവിങ്ങോളിൽ യമാലും റാഫീഞ്ഞയും നിറഞ്ഞാടുകയാണ്. തന്റെ 36ാം വയസ്സിലും തന്റെ ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി റോബർട്ടോ ലെവൻഡോസ്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മധ്യനിരയിൽ ഇന്റലിജൻസ് നീക്കങ്ങളുമായി ഓൾമോയും പെഡ്രിയും കെസൈഡോയും പ്രതീക്ഷകളുടെ വാക്താക്കളാവുകയാണ്. പരിക്കിന് പിടിയിൽ പൊരുത്തിമുട്ടുന്ന പ്രതിരോധ രക്ഷകരായി ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഇനിഗോ മാർട്ടിനസും കുബാർസിയും കൂണ്ടയും ബാൾഡയും മികവിലേക്ക് ഉയരുന്നുണ്ട്. പിന്നെ ടീമിന്റെ കാവലാളെ ടെർ സ്റ്റെഗനും നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഈ ഒരു 5 മത്സരത്തിന്റെ കണക്കിൽ ഈ യാത്രയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. കാരണം ഇത് ഫുട്ബോളാണ്. ഇവിടെ ഉയർച്ചയും താഴ്ചയുമെല്ലാം പെടുന്നതിനെ സംഭവിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഈ നിമിഷത്തിൽ ബാർസ ആരാധകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലിവിങ് ഇൻ ദ മൊമെന്റ് എന്നാണ്.